Hello friends, welcome back to Amigo Tech. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫോണിൻ്റെ റിവ്യൂ ആണ് Samsung A10. ഇത് അധികം ആൾക്കാർ യൂട്യൂബിൽ ഇതിൻ്റെ റിവ്യൂ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ റിവ്യൂ ഇത് 1 വീക്ക് നമ്മൾ യൂസ് ചെയ്ത ഫോണാണ്, എന്നിട്ട് നമ്മൾ ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ മൊത്തം കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് 1 വീക്ക് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിവ്യൂ ഇടുന്നത്. ഈ പ്രൈസും റേഞ്ചിൽ മേടിക്കാൻ പറ്റിയ ഫോണാണോ എന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇത് കുറച്ച് പേപ്പർ വർക്കാണ്. ഇതിൻ്റെ യൂസർ മാനുവലാണിത്. ഇത് നമുക്കെടുത്ത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ ഫോൺ സാംസങ് A10. ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നത് ഒരു 5 വോൾട്ട് 1 ആംപിയർ ഒരു ചാർജർ, പിന്നെ അതിൻ്റെ ഡാറ്റ കേബിള്, സിം ഇജക്ടർ ഉണ്ട്. അത് നമ്മളിപ്പോൾ എടുത്തില്ലായിരുന്നു, മറന്നു അതിൻ്റെ കാര്യം. ഇതാണ് നമ്മുടെ ഫോൺ. ഇനി ഫോണിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ ക്യാമറ ഫീച്ചർ എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇതിൻ്റെ ക്യാമറയൊക്കെ നോക്കാം, നമ്മളിതിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് നോക്കാം, ഇതിൻ്റെ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് നോക്കാം. അതിനായിട്ട് നമുക്ക് ഈ സെറ്റിങ്സ് എടുത്ത് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. നമ്മൾ നമ്മൾ സോഫ്റ്റ്വെയർ നോക്കുക. നമുക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങളൊക്കെ നോക്കാം, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ എബൌട്ട് നോക്കാം. എബൌട്ട് ഫോൺ ഏറ്റവും താഴെ കിടപ്പുണ്ട്, അതിനകത്ത് നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ അതിൻ്റെ ബാറ്ററി ഇൻഫർമേഷൻ നോക്കുക. 3400 mAh പവർഫുൾ ബാറ്ററി നമുക്ക് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ആൻഡ്രോയിഡ് 5 ആണ് ഇതിനകത്ത് വരുന്നത്. ആണ് നമുക്കിവിടെ ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്ന 1 UI വെർഷനാണ് ഫോൺ വരുന്നത്. പിന്നെ ഇതിനകത്ത് കേനോക്സ് വെർഷനും വരുന്നുണ്ട് ഈ ഫോണിൽ. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇതാണ് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ്. ഫ്രണ്ട്സ്, നമുക്കിനി എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതിൻ്റെ സ്പീക്കർ വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വോളിയം ബട്ടണും പവർ ബട്ടണും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടാണ് സിം കാർഡ് ഇടുന്ന സ്ലോട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് ഓക്സ്, നമ്മുടെ ഹെഡ്സെറ്റ് തന്നുള്ള ഓക്സ്, USB പോർട്ട്, അതൊക്കെയാണ്. ഇതിൻ്റെ മുകളിൽ വോയിസ് ക്യാൻസലേഷൻ ഒരു മൈക്കും വരുന്നുണ്ട് നമുക്ക്. ഇതാണ് ഇതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമുക്കിനി ഫോണൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും ഡേറ്റ ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഹാങ് നമുക്ക് ഡേറ്റ ഓണാക്കി നോക്കാം. ഡേറ്റ ഓണാക്കി നമ്മൾ ഈ ഫോണിന് ഹാങ് ഉണ്ടോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. നമ്മളിനി വാട്സപ്പ് എടുത്ത് നോക്കാം നമുക്ക് ചുമ്മാ. എന്നിട്ട് നമ്മളൊരു ആളുടെ ഇതെടുത്തിട്ട് ചുമ്മാ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇത് പെട്ടെന്ന് തന്നെ എൻ്റെ സെൻഡായി. ഇവിടെ റേഞ്ചിൻ്റെ ചെറിയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് മാത്രമേ ഉള്ളൂ. സ്റ്റാറ്റസ് വ്യൂവും എല്ലാം നമുക്ക് പെട്ടെന്നായിട്ട് കാണാൻ പറ്റും. നല്ലൊരു സെറ്റാണ്. ഒരു ലാഗ് ഒരു ഹാങ്ങോ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ടതില്ല. വളരെ എനിക്ക് ഉപയോഗിച്ചിട്ട് വളരെ ഇഷ്ടപ്പെട്ട സെറ്റാണ്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. തീരെ നമുക്കങ്ങനെ കൈ പിടിക്കാനും ഹാൻഡിൽ ചെയ്യാനും വളരെ സ്മൂത്താണ് സെറ്റ്. എനിക്കൊരു കംപ്ലയിൻറ്റ് ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഓവർ ഹീറ്റോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഈ ഫോണിൽ നമുക്ക് തോന്നിയിട്ടില്ല. ഇത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് വളരെ സ്മൂത്താണ്. നല്ല സെറ്റാണ്. നമ്മൾ ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ഏറ്റവും നല്ല സെറ്റാണിത്. ഈ ഫോണിൽ 2GB 32GB വേരിയൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സ് പ്രൈസ് തേക്കണേ 9800 നമുക്കിത് ഓൺലൈനിൽ കാണാൻ പറ്റുന്നത് 9000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഫോൺ ഓൺലൈനിൽ കാണുന്നത്. പക്ഷേ ഇത് ഷോപ്പിൽ നിന്ന് എടുത്തപ്പം എനിക്ക് 8500 ഈ ഫോൺ കിട്ടി. 8500 എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫോണാണ് ഇത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ ഫോണിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക.